ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇതിനായി സവാള വേണം, തക്കാളി, പൊരിച്ചു വച്ചിരിക്കുന്ന സവാള, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഏകദേശം 650 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. നമുക്കിനി ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കുള്ള എല്ലാ ചിക്കനും വറുത്തെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇനിയും മസാലയിൽ കിടന്ന് കുറച്ചുകൂടി കുക്കാവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നന്നായി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. മസാല റെഡിയാക്കണ്ടേ? ഇതിനായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച അതേ എണ്ണ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് തക്കാളി. തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അല്പനേരം അടച്ചു വെച്ച് കൊടുക്കണം. ഒന്ന് വാടി വരണം. അതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരല്പം നേരം കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും ആഡ് ചെയ്ത ഒരു പേസ്റ്റ്. ഒരല്പം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് നല്ല തിളച്ച വെള്ളം. 1/2 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കാതിരിക്കുക, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക, നിങ്ങൾ ഏത് കറി ഉണ്ടാക്കിയാലും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രേവി നല്ലൊരു ക്രീമി ടെക്സ്ചറും തരും. അതുപോലെ ടൊമാറ്റോൻ്റെ നല്ലൊരു ഫ്ലേവറും നമ്മുടെ ഈ റോസ്റ്റിൽ നമുക്ക് കിട്ടും നമ്മൾ കെച്ചപ്പ് ആഡ് ചെയ്താൽ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ. ഞാൻ വിചാരിച്ചു ഈ ടിഷ്യൂ ഇപ്പോൾ ഇതിനകത്ത് വീഴുമെന്ന്, പക്ഷെ രക്ഷപ്പെട്ടു, വീണില്ല. അങ്ങനെ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ ആയിട്ട് നന്നായി മിക്സ് ആവട്ടെ. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഒരുപാട് ഡ്രൈ ആയിട്ട് പറ്റത്തില്ലല്ലോ, കുറച്ചൊന്ന് ലൂസായിട്ടൊന്ന്, എന്ന് വെച്ചാൽ ഒരുപാട് ലൂസല്ല. ഒരു റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പെരട്ടിയ പോലെ ഒരു ടൈപ്പല്ലേ. ഒരല്പം വെള്ളം ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതാ ഒരല്പസമയം കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവാള ചേർത്താൽ മതി, പക്ഷേ ഈ സവാള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിട്ട് നമ്മുടെ റോസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് കഴിവതും ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്കൊരല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
കമൻറ്റ് ചെയ്യുക. താങ്ക് യു.